ഇനി ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഫുൾ ആയിട്ട് തെറി വിളിച്ചാലും കുഴപ്പമില്ല, പറയാനുള്ളത് പറയണമല്ലോ. രഞ്ജിത്ത് ഇസ്രായേലിനെ അതുപോലെ തന്നെ മനാഫിനെയും പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടാണ് ഇപ്പൊ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് വഴി തിരിച്ചു വിട്ടതെന്നാണ് പറയുന്നത് കേട്ടോ. വാർത്ത എല്ലാവരും കണ്ടു കാണൂ. അർജുന്റെ വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്, അത് നദിയിലാണ് കിടക്കുന്നത്, അത് തലകീഴായിട്ടാണ് കിടക്കുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടു. അപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ അർജുനൻ ഒരു ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുമെന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഇപ്പോഴും ഈ വാർത്തകളുടെ ഇടയിൽ കമന്റുകൾ വരുന്നത് മലയാളികൾ തനി കുണം കാണിച്ചു തന്നെ പറയാൻ പറ്റും കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പച്ചയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ടാണ് ഈ കമന്റ് എഴുതുന്നത്. ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞാലേ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി അവിടെ രക്ഷപ്പെടുത്താൻ പോയ ഒരാളാണ് അയാള്. ഈ 2 പോയിന്റ് ഫോൺ റിങ് ചെയ്തതും അതുപോലെ തന്നെ GPS കണ്ടതും കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ കരയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വം ഒരാളുടെ ജീവൻ കളയേണ്ട കാര്യം അദ്ദേഹത്തിനില്ലല്ലോ. മനാഫും അതുപോലെ തന്നെ. ഇപ്പോഴ് ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിന്ന് നമ്മളവരെ പൊക്കിയിട്ട് ലാസ്റ്റ് ഈ ഒരു വർത്തമാനം പറയുന്നത് ചെറ്റത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ.